നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തിയുടെ നിറവിൽ നാടെങ്ങും മഹാശിവരാത്രി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉള്ളാളിലെ കോട്ടേക്കാർ സഹകരണ ബാങ്ക് കൊള്ള. സൂത്രധാരന്മാരായ 2 പേർ അറസ്റ്റിൽ. കാസർഗോഡ് ജില്ലാ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷൻ നേതൃത്വത്തിൽ മീറ്റ് ആൻഡ് ടോക്ക് 2025 സംഘടിപ്പിച്ചു. S. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരോട് മുഖം തിരിച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്ന് കുമ്പള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പൈക്ക AKMM AUP സ്കൂൾ വാർഷികാഘോഷം നടന്നു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നൽകി. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം മാർച്ച് 4 മുതൽ 9 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ഭക്തിയുടെ നിറവിൽ നാടെങ്ങും മഹാശിവരാത്രി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജാകർമ്മങ്ങളും നടന്നു. ജില്ലയിലെ ഓരോ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്തുവാനുള്ള 8 വ്രതങ്ങളിലൊന്നാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമെടുക്കുന്നതുമാണ് ശിവരാത്രിയുടെ പ്രത്യേകത. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചനയും ജലധാര നടത്തുന്നതും ഈ ദിവസത്തെ വിശിഷ്ട വഴിപാടുകളാണ്. കാസർഗോഡ് ജില്ലയിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ശിവരാത്രി ആഘോഷം നടന്നു. കാസർഗോഡ് ഗുഡ്ഡെ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭജന, തുലാഭാരം, വിവിധ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കാസർഗോട്ടെ പ്രധാന ശിവക്ഷേത്രമായ പറക്കില ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും വിവിധ പൂജാ ചടങ്ങുകളും ഭജനയുൾപ്പെടെയുള്ള പരിപാടികളും നടന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം, ഹൊസ്ദുർഗ് പൂങ്കാവനം ക്ഷേത്രം, നീലേശ്വരം തളിയിൽ ക്ഷേത്രം, കുണ്ടംകുടി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, അടൂർ പഞ്ചലിംഗേശ്വര ക്ഷേത്രം, നാരമ്പാടി ഉമാമഹേശ്വര ക്ഷേത്രം തുടങ്ങി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തർക്ക് വ്രതം നോൽക്കുന്നതിനും പ്രാർത്ഥനയ്ക്കുമായി സൗകര്യമൊരുക്കിയിരുന്നു. ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേക നാമജപവും ഒരുക്കിയിരുന്നു. ശിവരാത്രി ദിനത്തിലെ വാർഷികാഘോഷം നടക്കുന്ന ഇടങ്ങളിൽ ഭൂതബലിയും നൃത്തോത്സവവും നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സണ്ണക്കൂഡ്ലു ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ കുണിത ഭജന നടന്നു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തലപ്പാടി ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കുണിത ഭജന അവതരിപ്പിച്ചത്. ഭക്തിയുടെ കാഴ്ചാനുഭവവും സംഗീത നിറവും പകർന്ന കുണിത ഭജന ഭക്തർക്ക് ആത്മീയ നിർവൃതി പകർന്നു. ഭക്തിയുടെ ഉത്സവം തീർത്ത് കാസർഗോഡ് സണ്ണക്കൂഡ്ലു ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കുണിത ഭജന നടന്നു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തിയുടെ നിറവിൽ ഭജന നടന്നത്. തലപ്പാടി ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കുണിത ഭജന അവതരിപ്പിച്ചത്. ഭക്തിയുടെ കാഴ്ചാനുഭവവും സംഗീത നിറവും പകർന്ന കുണിത ഭജന ഭക്തർക്ക് ആത്മീയ സായുജ്യം പകർന്നു. 140ഓളം കുട്ടികളാണ് കുണിത ഭജനയിൽ അണിനിരന്നത്. ഇതാദ്യമായി ശിരസിൽ കലശവുമേന്തിയുള്ള കുണിത ഭജനയാണ് കുട്ടികൾ അവതരിപ്പിച്ചത്.
ഡോക്ടർ എം വി പുരാണിക് പ്രസിഡന്റായുള്ള തലപ്പാടി ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂൾ എല്ലാ മേഖലകളിലും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്കൂളാണ്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഭജന അവതരണ രംഗത്തും ഈ സ്കൂളിലെ കുട്ടികൾ സജീവമായി ഉണ്ടായിരുന്നു. തുടർന്ന് പിന്നീട് കുണിത ഭജന രംഗത്തേക്കും ചുവടുവെച്ചു. ഇതിനകം തന്നെ കർണാടകയിൽ ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇവർ കുണിത ഭജന അവതരിപ്പിച്ചു. സ്കൂൾ അധികൃതരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഓരോ ഇടങ്ങളിലുമെത്തി ഇവരുടെ ഭജന അവതരണം. വളരെ മനോഹരമായ അവതരണമായതിനാൽ തന്നെ കുണിത ഭജന അവതരിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം മികച്ച അഭിപ്രായമാണ് ഈ സംഘത്തിന് ലഭിക്കുന്നത്. ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഭജന, തുലാഭാരം, നാഗതമ്പില, വിവിധ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രത്തിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉള്ളാളിലെ കോട്ടേക്കാർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ സൂത്രധാരന്മാരായ 2 പേർ അറസ്റ്റിൽ. ബണ്ട്വാൾ കന്യാന സ്വദേശിയും വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസക്കാരനുമായ ഭാസ്കർ ബെൽച്ചപ്പാട, തലപ്പാടി KC റോഡ് സ്വദേശി മുഹമ്മദ് നസീർ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ഉള്ളാളിലെ കോട്ടേക്കാർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ സൂത്രധാരന്മാരായ 2 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ബണ്ട്വാൾ കന്യാന സ്വദേശിയും വർഷങ്ങളായി മുംബൈയിൽ സ്ഥിര താമസക്കാരനുമായ ഭാസ്കർ ബെൽച്ചപ്പാട, തലപ്പാടി KC റോഡ് സ്വദേശി മുഹമ്മദ് നസീർ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഭാസ്കറിനെ പിടിച്ചത്. ഇയാളിൽ നിന്നും 3.25 ലക്ഷം രൂപ കണ്ടെത്തി. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കവർച്ചാ പദ്ധതി തയ്യാറാക്കുവാൻ കൂടെയുണ്ടായ മുഹമ്മദ് നസീറിനെ കുറിച്ച് വിവരം ലഭിക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണെന്നും കോട്ടേക്കാർ ബാങ്കിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നസീർ വഴിയാണ് ഭാസ്കറിന് ലഭിച്ചതെന്നും പോലീസ് പറഞ്ഞു. ഭാസ്കർ 25 വർഷമായി മുംബൈയിലെ സ്ഥിര താമസക്കാരനാണ്. ജനുവരി 17-നാണ് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കോട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ നിന്നും 15 കോടി രൂപ വില വരുന്ന സ്വർണവും 11 ലക്ഷം രൂപയും കവർന്നത്. മുരുകണ്ടി തേവർ, ഇയാളുടെ പിതാവ് ഷൺമുഖ സുന്ദരം, ജോഷ്വ രാജേന്ദ്രൻ, കണ്ണൻ മണി എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും മോഷണം മുതൽ വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഭാസ്കർ ബെൽച്ചപ്പാടയും മുഹമ്മദ് നസീറും കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ മീറ്റ് ആൻഡ് ടോക്ക് 2025 സംഘടിപ്പിച്ചു. കാസർഗോഡ് താളിപ്പടുപ്പിലുള്ള ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം മുതിർന്ന മാധ്യമപ്രവർത്തകൻ S. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളേറെയായി ദുരിതം പേറി യാത്ര ചെയ്യുന്ന മലബാർ നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കുന്നതിനും നിരന്തരം പിന്തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി കാസർഗോഡ് ജില്ലാ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ മീറ്റ് ആൻഡ് ടോക്ക് 2025 സംഘടിപ്പിച്ചു. കാസർഗോഡ് താളിപ്പടുപ്പിലുള്ള ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം മുതിർന്ന മാധ്യമപ്രവർത്തകൻ S. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R. പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മംഗലാപുരം മെമു അനുവദിക്കുക, കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറിനെ മംഗലാപുരം അല്ലെങ്കിൽ മഞ്ചേശ്വരം വരെ നീട്ടുക, ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ കാസർഗോഡ് വരെ നീട്ടുക, അന്ത്യോദയ എക്സ്പ്രസ് ആഴ്ചയിൽ 6 ദിവസം ഓടിക്കുക എന്നീ 4 പ്രധാന ആവശ്യങ്ങളാണ് ബന്ധപ്പെട്ടവരുടെ മുന്നിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉന്നയിക്കുന്നത്. റെയിൽവേക്ക് പുതിയ ചെലവുകളോ പ്രത്യേക നഷ്ടങ്ങളോ ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ തീരുമാനിക്കാൻ പറ്റുന്ന 4 പ്രധാന നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ വിഷയങ്ങളിൽ നിരന്തര പോരാട്ടം നടത്തുക എന്നുള്ള വലിയ തീരുമാനം യോഗത്തിൽ കൈക്കൊണ്ടു. അത് MPന്റെ മുമ്പിൽ അതിന്റെ അവസ്ഥകൾ ബോധ്യപ്പെടുത്തി, അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വികാരം ഈ യോഗത്തിലൂടെ അദ്ദേഹത്തിനെ അറിയിച്ച്, അദ്ദേഹം ഡിവിഷനിലാണെന്നുണ്ടെങ്കിലും സോണിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും അത് അറിയിക്കേണ്ടവർ അറിയിച്ച് സമ്മർദ്ദം ചെലുത്തി എടുക്കുകയും അതിന് പിന്നിൽ നമ്മൾ അസോസിയേഷൻസ് ഫോളോ ചെയ്ത് അത് മുടങ്ങാതെ നമ്മുടെ ആവശ്യം നേടിയെടുക്കുകയുമായിരുന്നു നമ്മുടെ ഉദ്ദേശം. ആ ഉദ്ദേശം അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ ഇത് നേടിയെടുക്കുക തന്നെ ചെയ്യും.
മുഹമ്മദ് നിസാർ പെർവാഡ് ആവശ്യ വിശദീകരണം നടത്തി. ഡോക്ടർ ജമാൽ അഹമ്മദ്, സണ്ണി ജോസഫ്, വിപിൻ MG, ഫറൂഖ് ആസ്മി, സൂര്യനാരായണ ഭട്ട്, ആനന്ദൻ K പെരുമ്പള, ഭാസ്കര K, മുനീർ MM, ഷെരീഫ് ബോസ് എന്നിവർ സംസാരിച്ചു. നഹാസ്മി മുഹമ്മദ്, K നാഗരാജ, അഡ്വക്കേറ്റ് അൻവർ TE, സുബൈർ പള്ളിക്കാൽ, ബദറുദ്ദീൻ PM ചിത്താരി, ഷെഫീഖ് തെരുവത്ത്, അബ്ദുൽ മജീദ് KA മഞ്ചേശ്വരം, അബ്ദുൽ ലത്തീഫ് ബബ്ല, സത്താർ, കരീം ചൗക്കി, മനോജ് കുമാർ K, ഷക്കീഫ്, ശൈലേഷ് K, അബ്ദുൽ ഷെരീഫ് M, ലിബിൻ ഗംഗാധരൻ, ഹിബ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. നാസർ ചെർക്കളം സ്വാഗതവും ഷിനി ജെയ്സൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരോഗ്യമേഖലയിൽ രാത്രിയും പകലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരോട് മുഖം തിരിച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നാരോപിച്ച് കുമ്പള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി സുന്ദര ആരിക്കാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് രാത്രിയും പകലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർധനവിൽ മുഖം തിരിച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് ആരോപിച്ച് കുമ്പള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ആശാ വർക്കർമാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിലാണ്. സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാനും പരിഹസിക്കാനുമാണ് സർക്കാരിന്റെ ശ്രമമെന്നും ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യത്തോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും കുമ്പള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. DCC സെക്രട്ടറി സുന്ദര ആരിക്കാടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ಗ್ರಾಮೀಣ ಪ್ರದೇಶಗಳು ದಿನಕ್ಕೂ 700 ರೂಪಾಯಿ ಸಂಬಳದಲ್ಲ ರಜೆಚ್ಚಿ ಅಕ್ಳಿಗೆ ಇಲ್ಲೆಲ್ಲಿ ಹೋಗ್ಲಿಕ್ಕೆ ಅಲೌನ್ಸ್ ಇಚ್ಚಿ ಅಕ್ಳಿಗೆ ಮೆಡಿಕಲ್ ಅಲೌನ್ಸ್ ಇಚ್ಚಿ ಉವೇ ರೀತಿಯ ಅನುಕೂಲ ಹಚ್ಚಂದೆ ರಾತ್ರಿ ಪಗಲು ಗ್ರಾಮೀಣ ಪ್ರದೇಶಗಳು ಮರಣ ಸಂಭವಿಸಿನಾಂಡ ಗರ್ಭಿಣಿ ಸ್ತ್ರೀಯರನ್ನ ವಿಶೇಷವಾಗಿ ಅಕ್ಳನ ಅವಸ್ಥೆನ ಗೌರ್ಮೆಂಟ್ಗೆ ಅವೇ ಸಂಬಂಧಪಟ್ಟ ಆಸ್ಪತ್ರೆಗೆ ತೆರೆಕೊಂಡು ಅಕ್ಳನ ಆರೋಗ್ಯ ವಿಚಾರಣೆ ಮಂತೊಂದು ಸೌಖ್ಯ ಜನರ ಅಕ್ಳ ಆರೋಗ್ಯನ ವಿಚಾರಣೆ ಮಂತೊಂದು ಶಿಶು ಸಂರಕ್ಷಣೆ ಬೋರ್ಡ್ ಹೊರಡುವಂಥ ಆಶಾ ವರ್ಕರ್ನಗಳಿಗೆ ಇನ್ನು ಕಿಂಚಿತ್ತುಳ ಅಕ್ಳನ ಸಮರಗೂ ಬೆಲೆ ಕೊರತೆ ಆ ಒಂದು ದಾಷ್ಟ್ಯನು പിണറായി വിജയൻ സർക്കാർ ಮಂತೊಂದು. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവി പൂജാരി അധ്യക്ഷത വഹിച്ചു. ഉമേഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ലോക്നാഥ് ഷെട്ടി, കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗണേഷ് ഭണ്ഡാരി, സലീം പുത്തികെ, പത്മനാഭ ബംബ്രാണ, നാരായണ കളത്തൂർ, വിട്ടൽ കുളാൽ, PK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈക്ക AKMM AUP സ്കൂൾ വാർഷികാഘോഷം നടന്നു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നൽകി. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ ഉദ്ഘാടനം ചെയ്തു. പൈക്ക AKMM AUP സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ നീണ്ട വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മുരളീധരൻ ആലക്കോടൻ, M മനോഹര ഷെട്ടി എന്നിവർക്ക് PTA മാനേജ്മെന്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലായാലും സാമൂഹിക സാംസ്കാരിക മേഖലയിലായാലും നമ്മൾ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കണം. കാരണം നമ്മൾ തലമുറ വളർന്നു വരുന്ന തലമുറ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ നാടിനെ നയിക്കേണ്ട, നാളെ ഈ നാടിനെയും നമ്മുടെ രാജ്യത്തിനെയും നയിക്കേണ്ടവരായി വളർന്നു വരുന്ന വിദ്യാർത്ഥിനികൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നതാണ്. PTA പ്രസിഡന്റ് BA അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. കുമ്പള AEO ശശിധര മുഖ്യാതിഥിയായിരുന്നു. ഹെഡ് മാസ്റ്റർ ശശിധരൻ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് ഹസൈനാർ മിത്തടി, മാനേജ്മെന്റ് പ്രതിനിധി നിത്യൻ നെല്ലിത്തല, OSA പ്രസിഡന്റ് ഗിരികൃഷ്ണൻ, സെക്രട്ടറി ഷാഫി ചൂരിപ്പള്ളം, മദർ PTA പ്രസിഡന്റ് പ്രസന്നകുമാരി, PTA കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണ പൈക്ക, ദിനേശ, B ശിവരാമ എന്നിവരും CH അബ്ദുള്ള കുഞ്ഞി, അബ്ദുൽ ഹമീദ് ഖാസിമി, അധ്യാപകരായ അരുണ കുമാരി, ശ്രീകൃഷ്ണ, ഉമേഷ് ഷെട്ടെ, ലക്ഷ്മി S നായർ, ജയശ്രീ, സുജ, രേഖ, ആശാകുമാരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ മുരളീധരൻ ആലക്കോടൻ, മനോഹർ ഷെട്ടി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ ഗ്രീൻ വേംസ് ഇക്കോ സൊല്യൂഷന്റെ അനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സെമി ഓട്ടോമാറ്റിക് മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സന്ദർശിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം 2025ന്റെ ഭാഗമായായിരുന്നു സന്ദർശനം.
ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സ്ഥാപകൻ മോഹൻദാസ് വയലാങ്കുഴിയും പ്രോഗ്രാം കോർഡിനേറ്ററായ സുദർശന MP-യും നയിച്ച ഈ സന്ദർശനം മാലിന്യ സംസ്കരണം, സുസ്ഥിരത, സുസ്ഥിര സാമ്പത്തിക രീതികൾ എന്നിവയിൽ ഇന്ത്യനുകൾക്ക് പ്രായോഗിക പഠനാനുഭവം നൽകി. പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഗ്രീൻ വേംസ് ഇക്കോ സൊല്യൂഷൻസ് മാലിന്യ സംസ്കരണത്തിലും പുനരുപയോഗത്തിലും മുൻപന്തിയിലാണ്. പരിസ്ഥിതി ബോധമുള്ള സാമൂഹിക പ്രവർത്തന സംരംഭങ്ങളുടെ പ്രാധാന്യം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം മാലിന്യ സംസ്കരണത്തിലെ വെല്ലുവിളികളും നൂതനാശയങ്ങളും മനസ്സിലാക്കാൻ ഈ ഫീൽഡ് വിസിറ്റ് വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കി. ഗ്രീൻ വേം അഡ്മിൻ ഷാനിത് ഇന്റേൺസിനെ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം മാർച്ച് 4 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം മാർച്ച് 4 മുതൽ 9 വരെ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 27-ന് വരച്ചുവെക്കൽ ചടങ്ങോടുകൂടി പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറും. കളിയാട്ട ദിനത്തിൽ പാചക കുലപതി പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം ഒരുക്കുന്നത്. ഇഫ്താർ സംഗമവും ഒരുക്കും. പെരുങ്കളിയാട്ടത്തിന് 5 ലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരുമെന്നും ഒരേ സമയം 2000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണപ്പന്തൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് ഞങ്ങൾക്ക് വിനയപരിസരം തോന്നുന്നത്, ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടൊപ്പം പുതിയ തലമുറക്ക് എന്താണ് നമ്മുടെ സമൂഹം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിർവചനവും അതിനെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശവും നൽകുന്ന വിധത്തിലായിരിക്കണം സമൂഹത്തിൽ നടക്കുന്ന കൂട്ടായ്മകൾ എന്നതാണ് ഞങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാന മനസ്സിലുള്ള ഘടകം. 3-ാം തീയതി ഇഫ്താർ സംഗമം, പെരുങ്കളിയാട്ട വേദിയിൽ ഇഫ്താർ സംഗമം. മുനവർ അലി ശിഹാബ് തങ്ങൾ തന്നെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് ഇഫ്താർ സംഗമത്തിൽ വരുന്നുണ്ട് എന്നതും അറിയിക്കുന്നു. അങ്ങനെ സമൂഹത്തിലെ എല്ലാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കുവാനും കാണുവാനും ഉള്ളതാണ് സമൂഹത്തിലെ ആഘോഷങ്ങൾ. ആ ആഘോഷങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ഉത്സവമായി മാറുന്നത്, നാടിൻ്റെ കൂട്ടായ്മയായി മാറുന്നത് എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, ജനറൽ കൺവീനർ P രമേശൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ, ചീഫ് കോർഡിനേറ്റർ P രമേശ് കുമാർ, ട്രഷറർ P ഗോപികൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KP രവീന്ദ്രൻ, കൺവീനർ K രഘു, കലവറ കമ്മിറ്റി ചെയർമാൻ P രാഘവൻ, പന്തൽ കമ്മിറ്റി ചെയർമാൻ AV കൃഷ്ണൻ, മീഡിയ കമ്മിറ്റി ചെയർമാൻ സേതു ബംഗളം, കൺവീനർ ബാലൻ കക്കാണത്ത്, പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ സഞ്ജീവൻ മണിവയൽ, സജീവൻ വെങ്ങാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനോടൊപ്പം ജൈവ പച്ചക്കറി ഉൾപ്പെടെ വിവിധ കൃഷികളിലും മാതൃകയായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. നിലയം വളപ്പിലും തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയോരത്തുമായുള്ള പച്ചക്കറി തോട്ടത്തിൽ നിന്നും നിത്യേന വിളവെടുപ്പ് നടന്നുവരുന്നുണ്ട്. അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എങ്ങും ഓടിയെത്തി രക്ഷകരാകാറുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തങ്ങളുടെ ചുമതല കഴിഞ്ഞ് ലഭിക്കുന്ന സമയമാണ് കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത്. വെള്ളരി, മത്തൻ, പയർ, വെണ്ട, തക്കാളി, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ജൈവരീതിയിൽ സേനാംഗങ്ങൾ കൃഷി ചെയ്തത്. 24 മണിക്കൂർ സേവനത്തോടൊപ്പം കൃഷിയിൽ വിജയഗാഥ ഇവരുടെ മുഖമുദ്രയാണ്. നിരവധി തവണ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും സ്ഥാപനങ്ങളിലെ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ നിലയം നേടിയിട്ടുണ്ട്. കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഇത്തവണയും പ്രധാന ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് ഇത്തവണ മത്സ്യകൃഷിയും ഇവിടെയുണ്ട്. വലിയ ടാങ്കിൽ കട്ല വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൊതുക് നിവാരണത്തിനായി ആയിരക്കണക്കിന് ഗപ്പി മത്സ്യങ്ങളും വളർത്തുന്നുണ്ട്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ ഒഴിവുവേളകളിൽ നടത്തിവരുന്ന ജൈവ പച്ചക്കറി കൃഷി പരിസര പ്രദേശത്തെ വീട്ടുകാർ ഉപയോഗപ്പെടുത്തി വരുന്നതായി തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ പറഞ്ഞു. നമ്മുടെ തൃക്കരിപ്പൂർ സ്റ്റേഷൻ കഴിഞ്ഞ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് സംസ്ഥാന അവാർഡുകളൊക്കെ വാങ്ങിയ തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഈ വർഷവും വെണ്ട മുതൽ മത്തൻ, അതുപോലെ വെള്ളരി, പയർ, പച്ചമുളക്, തക്കാളി, മത്തൻ തുടങ്ങിയ എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഫയർഫോഴ്സ് ജീവിതത്തിൽ നമുക്കറിയാം, ഒരു കായിക സംസ്കാരം ഇല്ലെങ്കിൽ
നമ്മളെ ഒരു പ്രവർത്തനങ്ങൾ തന്നെ വളരെ പുറകോട്ട് പോകും. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ സ്റ്റേഷൻ പച്ചക്കറി കൃഷിയുമായി ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എല്ലാ ജീവനക്കാരും വളരെയധികം സഹായിച്ചുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം വെള്ളം നനക്കും, അതുപോലെ മണ്ണ് കളിച്ചുകൊണ്ടും ഈ പച്ചക്കറി കൃഷിയിൽ ഭാഗമാക്കായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ അഭിമാനം തന്നെയാണ് ഈ വർഷം മൂന്നാമത്തെ വിളവെടുപ്പാണ്. നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം പച്ചക്കറി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ അഭിമാനമായിട്ട് കാണുന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉബ്രംകള ശ്രീ ഐവർ വിഷ്ണുമൂർത്തി ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ നൽകിയ 1 ലക്ഷം രൂപ ക്ഷേത്രഭരണ സമിതി അംഗങ്ങൾക്ക് കൈമാറി. ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിലെ ഉബ്രംകള ഗ്രാമത്തിലെ ഉബ്രംകള ശ്രീ ഐവർ വിഷ്ണുമൂർത്തി ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ നൽകിയ 1 ലക്ഷം രൂപ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്ക് കൈമാറി. ശ്രീക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമവികസന പദ്ധതി ജനജാഗൃതി വേദി പ്രസിഡന്റ് അഖിലേഷ് നഗമുഖം, ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ് എന്നിവർ ചേർന്ന് ക്ഷേത്ര ഭരണസമിതിയുടെ ഹരിനാരായണൻ ശിരന്തടുക്കയ്ക്ക് തുക കൈമാറി. ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പദ്ധതികളും കൂടാതെ ഉബ്രംകള ശ്രീ ഐവർ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ അനുവദിച്ച 1 ലക്ഷം രൂപ കൈമാറുന്ന ചടങ്ങിലാണ് നമ്മളെല്ലാം ഉള്ളത്. ചടങ്ങിൽ ഗോപാലകൃഷ്ണ, ഹരീഷ് ഗോസാഡ, ജയറാം പടാലി, താരനാഥ റായ് വിദ്യാഗിരി, ചന്ദ്രശേഖര കുണ്ടാർ, സുരേഷ് ഉളിയ, നാരായണ ഉബ്രംകള, വേണു പുത്തികെ, കമലാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാർച്ച് 1 മുതൽ സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്ര എന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തീരുമാനം പിൻവലിക്കണമെന്ന് CITU ഓട്ടോ തൊഴിലാളി യൂണിയൻ. സ്റ്റിക്കറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഓട്ടോറിക്ഷ നിരക്ക് നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും ഇതിനായി സർക്കാർ നിശ്ചയിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ അത് ഒന്നുകൂടി പരിശോധിച്ചെടുത്ത തീരുമാനമാണ് കേരളത്തിലെ ഓട്ടോയിൽ കുറഞ്ഞ നിരക്ക് 1.5 കിലോമീറ്ററിന് 30 രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 15 രൂപയുമെന്നതെന്ന് CITU ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. മീറ്റർ പ്രവർത്തിച്ച് ഓടുന്നതിന് യൂണിയൻ എതിരല്ല. എന്നാൽ ഏതെങ്കിലും ഒരു തൊഴിലാളി മീറ്റർ പ്രവർത്തിപ്പിക്കാതിരുന്നാൽ കേരളത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും ഇത്തരക്കാരാണ് എന്ന പ്രചാരണം നടക്കുന്നുണ്ട്. സ്റ്റിക്കറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം. അല്ലെങ്കിൽ മുഴുവൻ ഓട്ടോ തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. ആരാണോ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത അവരെ പേര് നടപടിയെടുക്കാൻ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് വ്യവസ്ഥയുണ്ടല്ലോ. അവരെ പേര് ശിക്ഷ നടപടിയെടുക്കാം, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം, പെർമിറ്റ് റദ്ദ് ചെയ്യാം. അതൊന്നും ചെയ്യുന്നതിന് പകരം എല്ലാവരും മോശക്കാരാണെന്ന് പൊതുവേ ജനമധ്യത്തിൽ തുറന്നു തുടങ്ങി. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കണ്ടല്ലോ. അഭ്യസ്തരായ ചെറുപ്പക്കാരാണ്, വേറെ ജോലി കിട്ടാത്തതുകൊണ്ട് വായ്പ വാങ്ങി ഒരു വണ്ടി വാങ്ങി ജീവസന്ധാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഇവരെല്ലാം മോശക്കാരാണ്, ഇവരെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ, നിങ്ങൾ സൗജന്യ യാത്ര നടത്തിക്കോളൂ എന്നൊക്കെ പറയുന്നത് ആ സമൂഹത്തെ അവമാനിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി നിലപാട് ഇത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തൊഴിലാളിയാണ് കുഴപ്പം ചെയ്തെങ്കിൽ നാളെ മുതൽ മീറ്റർ പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ല. പക്ഷേ ഇത് പറയണം, മീറ്റർ കാണിക്കുന്ന സംഖ്യയല്ല, അതിന് പുറമെ 50% ഈടാക്കാവുന്നതാണെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൽ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞ കാര്യമാണ്. അത് ജനമധ്യത്തിൽ നന്നായി പ്രചരിപ്പിച്ചിട്ട് വേണം ഈ പറഞ്ഞ മീറ്റർ പ്രവർത്തിപ്പിക്കാമെന്ന അഭിപ്രായം കൂടി ഞങ്ങൾ പറയാം. ഇതാണ് വിഷയം. മോട്ടോർ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി TK രാജൻ, ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ, സെക്രട്ടറി K ഉണ്ണി നായർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AR ധന്യവാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള നാരായണമംഗലം ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രം നടാവലി മഹോത്സവം വ്യാഴാഴ്ച ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുമ്പള നാരായണമംഗലം ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രം നടാവലി മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഉപ്പള മഠാധിപതി യോഗാനന്ദ സരസ്വതി സ്വാമിജിയുടെ അനുഗ്രഹാശിസുകളോടെ മണ്ഡലം തന്ത്രിവര്യരായ ഉള്ളുബിട്ടു പ്രകാശ് കടമണ്ണായിയുടെ കാർമ്മികത്വത്തിൽ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹോത്സവം മാർച്ച് 2 ഞായറാഴ്ച വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ ദിവസവും വൈദിക ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയുമായി എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 27 രാവിലെ ശ്രീക്ഷേത്ര തന്ത്രിവര്യരായ
ബ്രഹ്മശ്രീ ഉള്ളാൽ ബീഡ് പ്രകാശ് കടമണ്ണായ അവരുകൾക്ക് പൂർണ്ണ കുംഭത്തോടുള്ള സ്വാഗതവും സാമൂഹിക പ്രാർത്ഥനയും കുമ്പള കളിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രാദേശിക സമിതികൾ ആയോജനം ചെയ്തിട്ടുള്ള ഒരു ശോഭയാത്ര ഇവിടെ ഹുൽപ്പ എന്ന് പറയും. 2-ാം തീയതി ബാലസുബ്രഹ്മണ്യം മുജങ്കാവ് 2:30 ബലിപൂജയും നൃത്യോത്സവവും ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ക്ഷേത്രത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉത്സവ സമിതി ചീഫ് ഓർഗനൈസർ രവി നായിക്കാപ്പു, ക്ഷേത്ര ഇളയ ചെട്ടിയാർ ചന്ദ്രശേഖർ കെ, കമ്മിറ്റി ഭാരവാഹികളായ എൻ പ്രഭാകര കുഡ്ലു, എം നാരായണൻ, ദയാനന്ദ നായിക്കാപ്പു, ചന്ദ്രശേഖര കുണ്ടങ്കാറെടുക്ക, ദേവദാസ് കുണ്ടങ്കാറെടുക്ക, BM നരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആയുർവേദ ആചാര്യൻ വടക്കേക്കര കുഞ്ഞിരാമൻ വൈദ്യരുടെ 38ാം അനുസ്മരണ സദസ്സ് മാർച്ച് 5-ന് നടക്കും. മംഗളൂരു ശാരദ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ M ശ്യാംപ്രസാദ് സദസ്സ് ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ ആചാര്യൻ വടക്കേക്കര കുഞ്ഞിരാമൻ വൈദ്യരുടെ 38ാം അനുസ്മരണ സദസ്സ് മാർച്ച് 5-ന് ഉച്ചയ്ക്ക് 2:30 മുതൽ അരവത്ത് വടക്കേക്കര വീട്ടുപരിസരത്ത് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മംഗളൂരു ശാരദ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ M ശ്യാംപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സംസ്കൃത പണ്ഡിറ്റ് നന്ദകുമാർ അരവത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30-ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീത കച്ചേരി അവതരിപ്പിക്കും. അനൂപ് ഭാസ്കർ, N ഹരി, കോവൈ സുരേഷ്, താമരക്കുടി രാജശേഖരൻ എന്നിവർ പങ്കെടുക്കും. അനുസ്മരണവും അദ്ദേഹത്തെ അനുസ്മരണ പ്രഭാഷണം ഉണ്ടാവും. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് വടക്കേക്കര കുഞ്ഞിരാമൻ വൈദ്യരുടെ ശിഷ്യനായ പണ്ഡിറ്റ് നന്ദകുമാർ സാർ അദ്ദേഹത്തെ അനുസ്മരിച്ച് അധ്യക്ഷത വഹിച്ച് സംസാരിക്കും. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ ശ്യാംപ്രസാദ് ശാരദ ആയുർവേദ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അതിൽ വിശിഷ്ടാതിഥികളായിട്ട് 2 പേരും റിട്ടയർഡ് DYSP ദാമോദരൻ സാറ്, K ദാമോദരൻ അവர்களுം SI മേൽപ്പറമ്പ് SI വേലായുധൻ സാറും വിശിഷ്ടാതിഥികളായിട്ട് ഉണ്ടാവും. അതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നന്ദകുമാർ അരവത്ത്, ഡോക്ടർ PS മഹേഷ്, രാജേഷ് കുമാർ തച്ചങ്ങാട്, ഉണ്ണികൃഷ്ണൻ കൊളത്തൂർ, ഡോക്ടർ വിശ്വനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഹോമിയോ ഡിസ്പെൻസറിയുടെ യോഗ ഹാൾ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഹോമിയോ ഡിസ്പെൻസറിയുടെ യോഗ ഹാളിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ മഞ്ചേശ്വരം ഹോമിയോ ഡിസ്പെൻസറിയിൽ നടന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രേഖ അധ്യക്ഷത വഹിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി M സ്വാഗതം പറഞ്ഞു. മഞ്ചേശ്വരം ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ പ്രഭാകർ റൈ, ബ്ലോക്ക് മെമ്പർ ഷംസീന, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ്, HMC മെമ്പർമാരായ അബ്ദുല്ല ഗുഡഗേരി, സൈഫുള്ള തങ്ങൾ, മുസ്തഫ, മുബാറക്, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമിൻ, വാർഡ് മെമ്പർ മുംദാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് ഹാജി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് യോഗ ഇൻസ്ട്രക്ടർ സുനിത കെയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും നടന്നു. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗവുമായ TV കരിയനെ സർവകക്ഷി യോഗം അനുസ്മരിച്ചു. പുല്ലൂർ തട്ടുമ്മലിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹനന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ബീഡി തൊഴിലാളി ജീവിതം ആരംഭിച്ച് യുവജന സംഘടനയിലൂടെ നേതൃനിരയിലെത്തിയ ജനകീയ നേതാവായിരുന്നു അന്തരിച്ച പുല്ലൂർ തട്ടുമ്മലിലെ TV കരിയൻ. ജില്ലാ രൂപീകരണ വേളയിൽ DYFI ജില്ലാ വൈസ് പ്രസിഡന്റായും അവിഭക്ത കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറിയുമായിരിക്കെ നിരവധി യുവജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. CPIM എടമുണ്ട ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗമായി. 3 തവണ പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗവും ഒരിക്കൽ സ്ഥിരം സമിതി ചെയർമാനുമായി. TV കരിയന്റെ നിര്യാണത്തിൽ പുല്ലൂർ തട്ടുമ്മലിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹനന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CH കുഞ്ഞമ്പു MLA, KP സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, KV കൃഷ്ണൻ, A വേലായുധൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, മുസ്തഫ പാറപ്പള്ളി, V കമാരൻ, KV കുഞ്ഞിരാമൻ, VV രമേശൻ, P അപ്പുക്കുട്ടൻ, ദേവി രവീന്ദ്രൻ, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി V നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക, NPS പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം.
5ഉം 6ഉം വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാത്ത സർക്കാർ നിലപാട് പിൻവലിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് ആവശ്യപ്പെട്ടു. അവരുടെ കൂലിപ്പണിയെടുക്കുന്നവരെ അല്ലെങ്കിൽ കൽപ്പണിയെടുക്കുന്ന അധ്യാപകരെ തിരിച്ചവരുടെ വിദ്യാലയങ്ങളിൽ കൊണ്ടുവന്ന് ശമ്പളം നൽകിയ ഒരു ഗവൺമെന്റ് ഈ കേരളം ഭരിച്ചിട്ടില്ലേ? അപ്പോൾ 2015 വരെ നടന്ന ഈ സംഭവ വികാസത്തിന് ശേഷം ഇവിടെ പിണറായി സർക്കാർ 2016 വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ നിയമനങ്ങൾ അംഗീകരിക്കാൻ ബാക്കി 2016 മുതലാ. ഈ DOPസിൽ തന്നെ നമ്മൾ എത്ര തവണ ഇതുപോലുള്ള മാനേജ്മെന്റ് നിയമനങ്ങൾക്കായിട്ട് കയറിയിട്ടുണ്ട്, എത്രയേറെ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, നമ്മൾ പട്ടിണി സമരം വരെ നടത്തിയിട്ടില്ലേ? കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സജിത് KK അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ P ശശിധരൻ, അലോഷ്യസ് ജോർജ്, ജില്ലാ ട്രഷറർ ശ്രീജ P, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയ MK, സംസ്ഥാന ഉപസമിതി അംഗങ്ങളായ ബിജു PK, ജില്ലാ വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ K, ജില്ലാ ജോയിന്റ് സെക്രട്ടറി നികേഷ് മാടായി, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി കേശവൻ SP, ട്രഷറർ അനൂപ് കുമാർ TV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ 98ാമത് വാർഷികാഘോഷത്തിന്റെ നിറവിൽ യാത്രയപ്പും ആദരിക്കൽ ചടങ്ങും നടന്നു. 98ാം വാർഷികം വിപുലമായി ആഘോഷിച്ച് അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ. വാർഷികാഘോഷവും യാത്രയയപ്പും ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അരവിന്ദ K ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വികസന സമിതി ചെയർമാൻ K കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫയാസ് ഇബ്രാഹിം മുഖ്യാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക അജിത ടീച്ചർക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. വ്യാപാര രംഗത്ത് 60 വർഷം പൂർത്തീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി PM ഹസൻ ഹാജിക്കുള്ള ആദരവും ചടങ്ങിൽ വെച്ച് കൈമാറി. സീനിയർ അസിസ്റ്റന്റ് ബിന്ദു CV റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ CH ഹംസ, തെരുവത്ത് മൂസ ഹാജി, M ഹമീദ് ഹാജി, PM ഫൈസൽ, CH സുലൈമാൻ, ഹമീദ് ചേരക്കാടത്ത്, അബ്ദുൽ കരീം PK കണ്ണൻ, CK നാസർ, റസാഖ് കുളവയൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. PTA പ്രസിഡന്റ് ഷബീർ ഹസൻ സ്വാഗതവും പ്രസന്ന ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തിയുടെ നിറവിൽ നാടെങ്ങും മഹാശിവരാത്രി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉള്ളാളിലെ കോട്ടേക്കാർ സഹകരണ ബാങ്ക് കൊള്ള. സൂത്രധാരന്മാരായ 2 പേർ അറസ്റ്റിൽ. കാസർഗോഡ് ജില്ലാ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻസ് കോർഡിനേഷൻ നേതൃത്വത്തിൽ മീറ്റ് ആൻഡ് ടോക്ക് 2025 സംഘടിപ്പിച്ചു. S സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരോട് മുഖം തിരിച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്ന് കുമ്പള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പൈക്ക AKMM AUP സ്കൂൾ വാർഷികാഘോഷം നടന്നു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നൽകി. നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം മാർച്ച് 4 മുതൽ 9 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.